സദസ്സിന് വന്ദനം. ഒരു വൈറസിനു മുമ്പിൽ മുട്ടുകുത്തിയ ലോകം. വൈറസിനെ പേടിച്ച് പുറത്തിറങ്ങാൻ സാധിക്കാതെ കൂട്ടിലടക്കപ്പെട്ട പക്ഷികളെ പോലെ മനുഷ്യരായ നമ്മളും. അതെ, കൊറോണ വൈറസ് ലോകത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു വൈറസായി കൊറോണ വൈറസ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. കൊറോണ എന്ന വൈറസ് ഒരു മഹാമാരിയായി എത്രയോ വിലപ്പെട്ട ജീവനുകൾ പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും എന്ന മനുഷ്യന്റെ അഹങ്കാരത്തെ ഈ വൈറസ് ഇല്ലാതാക്കി. കൊറോണ വൈറസിന് പണക്കാരനെന്നോ പ്രമുഖനെന്നോ പാവപ്പെട്ടവനെന്നോ സുന്ദരനെന്നോ വിരൂപനെന്നോ ഉള്ള വേർതിരിവില്ലാതെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മതമില്ല, രാഷ്ട്രീയമില്ല, ആരെയും വൈറസ് ബാധിക്കാം. എല്ലാവരും തുല്യരാണെന്നുള്ള തിരിച്ചറിവ് കൊറോണ വൈറസ് നമ്മെ പറയാതെ പഠിപ്പിക്കുന്ന ഒരു മഹത്തമായ പാഠമാണ്. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്ത് മത്സരിക്കുമ്പോൾ ലോകത്തെ നശിപ്പിക്കാൻ കഴിയുന്ന മിസൈലുകളും ആയുധങ്ങളുണ്ടെന്നുള്ള അഹങ്കാരത്തെ ഒരൊറ്റ വൈറസ് തകർത്തെറിഞ്ഞു. ഓരോ ജീവൻ പൊലിയുമ്പോഴും നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടിയിരുന്ന ഭരണകൂടങ്ങൾ. ഓർക്കുക, യുദ്ധം രാജ്യത്തോടോ വ്യക്തികളോടോ അല്ല, വൈറസിനോടാണ്. കൊറോണ അഹങ്കാരം നിറഞ്ഞ മനുഷ്യരായ നമ്മെ എല്ലാവരെയും പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. നമ്മുടെ ഉത്തരവാദിത്തങ്ങളിലെ വീഴ്ച ഒരു സമൂഹത്തെ എത്രയധികം ബാധിക്കുന്നുള്ള കാര്യം കൊറോണ നമ്മെ പഠിപ്പിച്ചു കഴിഞ്ഞു. അതായത്, കൊറോണ ബാധിച്ചൊരു രാജ്യത്തു നിന്ന് വരുമ്പോഴും കൊറോണ ബാധിച്ചതുമായി ബന്ധപ്പെട്ടവരും സ്വയം മുന്നോട്ട് വന്ന് ആരോഗ്യ പ്രവർത്തകർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി അനുസരിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള മഹത്തമായ ബോധ്യം. പിന്നെയുള്ളത്, ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യരും തുല്യരാണെന്നുള്ള തിരിച്ചറിവ്. ഈ തിരിച്ചറിവാണ് കൊറോണ വൈറസ് നമ്മെ പറയാതെ പഠിപ്പിക്കുന്ന മറ്റൊരു പാഠം. നല്ല തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിന് ഭാഗമാക്കുവാനും ഈ വൈറസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിവാഹങ്ങൾക്ക് ആർഭാടങ്ങൾ ചുരുക്കി ജീവിക്കുവാനും വ്യക്തിത്വം പാലിക്കാനുമുള്ള നിർദ്ദേശങ്ങളും ഈ വൈറസ് നമുക്ക് നൽകുന്ന പാഠങ്ങളിൽ ചിലതാണ്. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും മുഖം തൂവാല കൊണ്ട് മറയ്ക്കുവാനും കൈയും കാലും സോപ്പ് ഉപയോഗിച്ച് നല്ല രീതിയിൽ കഴുകണം എന്നുള്ള വ്യക്തിശുചിത്വം ജീവിതത്തിന്റെ ഭാഗമാക്കുവാനുള്ള കാര്യങ്ങളും കൊറോണ നമ്മെ പഠിപ്പിക്കുന്നു. ലോകം മുഴുവൻ അനുഭവിക്കുന്ന സാമൂഹിക സാമ്പത്തിക തകർച്ചകൾ വളരെ വലുതാണ്. ഒരു മന്ത്രവാദത്തിനും ഒരാൾ ദൈവത്തിനും ഒന്നിനും വൈറസിനെ പിടിച്ചുകെട്ടാൻ സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവ് എക്കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കിനി വേണ്ടത് ഒരു വ്യക്തമായ ലക്ഷ്യമാണ്. കൂടുതൽ ആളുകളിലേക്ക് പടരാതെ അതീവ ജാഗ്രതയോടുകൂടി ഈ വൈറസിനെ ചെയിൻ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമുക്കിനി മുന്നോട്ട് പോയേ പറ്റൂ. ഈ ലോകത്ത് ജീവിച്ചേ മതിയാകൂ. അതിനുവേണ്ടി അതീവ ജാഗ്രതയുള്ളവരാകാം. മനസ്സിൽ ഉറപ്പിച്ച് പറയാം, ഈ വൈറസ് കടന്നു പോകും, നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും.